Praise the Lord. ഈ മനുഷ്യന് തൃപ്തി ഉണ്ടാകണമെന്നുണ്ടെങ്കിലുണ്ടല്ല, നമ്മുടെ കോൺഫിഡൻസ് എന്ന് ശരമിള പറഞ്ഞില്ലേ, അതാണ് ഈ പ്രശ്നം. ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ തൃപ്തിയാണ്. നമ്മളത് അനുഭവതലത്തിൽ വരുന്ന ശരമിള പറഞ്ഞ കോൺഫിഡൻസ് നമ്മുടെ തൃപ്തിയാണ്. പക്ഷെ മനുഷ്യന് തൃപ്തി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിനെന്നാ ഒരു മാർഗമുള്ളത്? മനുഷ്യൻ്റെ ആഗ്രഹങ്ങളുടെ മേലെല്ലാം അഭിഷേകം ഉണ്ടാകണം. കാര്യം അഭിരുചിയാണ് പ്രശ്നം. അഭിരുചിയും ആത്മാഭിഷേകവും തമ്മിൽ വളരെ കണക്റ്റഡാണ്. അഭിരുചി ഇപ്പം കഴിഞ്ഞ കാലങ്ങളിൽ ഒരു പഴയകാല സിനിമാ നടി ഉണ്ടായിരുന്നു നമുക്ക്, ഞാൻ പേരൊന്നും പറയണില്ല. കർത്താവിൻ്റെ വചനവേദികളിൽ ഞാനിങ്ങനെയുള്ള റെഫറൻസ് സാധാരണ ഒഴിവാക്കുന്നതാണ്. ഇപ്പം ഈ ഒരു വിഷയം വന്നതുകൊണ്ട് നിങ്ങൾ അറിയാൻ വേണ്ടി അവർ ഇൻ്റർവ്യൂവിന് പറഞ്ഞത് പണ്ടത്തെ കാലം, അതായത് 60-70കളിലൊക്കെ ഉള്ള കാലം, സിനിമാ നടി മലയാളികളുടെ അഭിരുചി വണ്ണമുള്ള നടികളെയാണ്, കൈയൊക്കെ വണ്ണമുള്ളത്, മുഖമൊക്കെ വണ്ണമുള്ളതൊക്കെ വലിയ നടികളെയായിരുന്നു മലയാളികൾക്ക് താല്പര്യം ഉണ്ടായിരുന്നത് സ്ക്രീനിൽ. ഇപ്പോൾ അങ്ങനെയല്ല. അതുകൊണ്ട് ഞങ്ങൾ കുറേ വെണ്ണ കഴിക്കുമായിരുന്നെന്നാണ്. വെണ്ണയും ചോറും കഴിക്കുമായിരുന്നു രാവിലെ എഴുന്നേറ്റ്. സൈറ്റിൽ നിന്ന് ഓരോ ഷോട്ട് കഴിയുമ്പോഴും വന്ന് വെണ്ണയും ചോറും കഴിച്ചുകൊണ്ടിരിക്കും, വണ്ണം വെച്ചിരിക്കുക. ഇപ്പം മാറി. ഇപ്പം എന്താ, രാവിലെ ഒരു ഗ്ലാസ്, ഇപ്പോഴത്തെ സൈറ്റിലേക്കുള്ള രാവിലെ കിട്ടുന്നത് ഒരു കഷ്ണം ബ്രെഡാണ്, പിന്നെ ഇത്തിരി തൈര്, ഭക്ഷണം കൊടുക്കത്തില്ല. ഉച്ചക്കാണ് 50 ഗ്രാം ചോറ്. എന്താണ് ഇപ്പം സ്ലിം ബ്യൂട്ടിയാണ് അഭിരുചി കേരളത്തിൻ്റെ. അപ്പോൾ ഒരു 30 കൊല്ലം കൊണ്ട് വന്നിട്ടുള്ള കാര്യങ്ങളില്ലേ. നിങ്ങളവർക്ക് ഞാൻ സിനിമാ കാര്യം പറയണമെന്ന് അല്ല, പരിശുദ്ധാത്മാവ് ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട്. എന്താണ്? ലോകത്തിൻ്റെ രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. 1 കൊറിന്തോസ് 7:31. 1 കൊറിന്തോസ് 7:31. ഈ കോൺഫിഡൻസ് എന്ന് പറഞ്ഞില്ലേ, അതാണ് ഈ പറയണത്. 1 കൊറിന്തോസ് 7:31. നമ്മൾ പറയണ പോലെ നിസ്സാരമല്ല. കോൺഫിഡൻസ് ഒരു വില്ലനാണ്. നമ്മുടെ ആത്മാഭിഷേകത്തിന് വിലങ്ങ് നേടിയിരിക്കുന്നത് എന്താണ്? അഭിരുചികളാണ്. ഈ അഭിരുചികളെക്കുറിച്ച് കർത്താവിൻ്റെ വചനം എന്നാ പറയണത്? 1 കൊരിന്ത്യർ 7:31. ഒന്ന് പറഞ്ഞ്, ലോകത്തിൻ്റെ രൂപഭാവങ്ങള് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ലോകത്തിൻ്റെ അഭിരുചികൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഈ ലോകത്തിൻ്റെ മാറുന്ന അഭിരുചി അനുസരിച്ച് കൊണ്ട് നമ്മൾ അതിനൊപ്പം അപ്ഡേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കാലത്തിനൊപ്പം ഓടിയെത്തത്തില്ല. കാലത്തിനൊപ്പം ഓടിയെത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് പോകരുത്. അതാണ് പ്രശ്നം. ലോകം ഓടുന്ന ഓട്ടത്തിൻ്റെ പുറകെ ഓടാൻ ദ അനോയിന്റഡ് പേഴ്സൺ ഈസ് നോട്ട് ലയബിൾ. വിശ്വാസി ബാധ്യസ്ഥനല്ല. കൈയടിച്ച് കർത്താണ് ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊരു അമ്മച്ചി, കഴിഞ്ഞ ദിവസങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഒരു 4 ദിവസം ആയുള്ളൂ. ഞാൻ പറഞ്ഞ കേട്ടാൽ നിങ്ങൾ ചിരിക്കും. അവരുടെ മകൻ്റെ കല്യാണം പോയി. മകന് 30 വയസ്സ് കഴിഞ്ഞ് കല്യാണം പോയി. അവസാനത്തെ കല്യാണം ശരിയാകുമെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. ഞാൻ ചോദിച്ചു, കല്യാണം എങ്ങനെയാണ് പോയത്? അത് അവർ തമ്മിൽ സംസാരിച്ചപ്പോൾ കല്യാണം പോയിരുന്നു. ആര് തമ്മിൽ? പെണ്ണിൻ്റെ വീട്ടിൽ പെണ്ണ് കാണാൻ ചെന്നിട്ട് പെണ്ണും ചെറുക്കമായിട്ട് ഒന്ന് സംസാരിച്ചപ്പോൾ തന്നെ കല്യാണം പോയി. അപ്പം ഞാനോടത്ത് അതിനൊക്കെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാകും. ഞാൻ പിന്നെ അതിനൊക്കെ പ്രശ്നം എന്താ? അപ്പം അവൾ പറഞ്ഞ്, നിങ്ങൾ ഫ്രഞ്ച് താടി വെക്കണമെന്ന് പറഞ്ഞു. ഞാനും നിങ്ങളെപ്പോലെ ഞാനും വാപ്പൊളിച്ച് സത്യം പറഞ്ഞ ഒരു പരിപാടി. ഫ്രഞ്ചാടി എന്നറിയാമല്ലോ, പുളുക്കാൻ ഈ സാധനം വെക്കണമെന്ന് പറഞ്ഞു അവൾ. പിന്നെ ശനിയാഴ്ച ഔട്ട് ഈറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. പ്രോഗ്രാമൊക്കെ പറഞ്ഞു കൊടുക്കുക. കല്യാണത്തിന് മുമ്പ് പ്രോഗ്രാം കൊടുക്കുകയുണ്ട്. ഇനി മെനു കൊടുക്കാൻ ഞാൻ ഭാഗ്യമായി.
അപ്പോഴേ ഇവൻ പറഞ്ഞ് എനിക്കൊന്നും പറ്റാത്ത പരിപാടിയാണ്, എൻ്റെ മുഖത്തിന് ഇണങ്ങത്തില്ല. അത് വല്ല ലെനിൻ്റെ പോലെയൊക്കെ ഉണ്ട ഫേസ് ആണെങ്കിൽ ഒരു മുഴുക്കാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഭംഗിയൊക്കെ ഉണ്ട്. ഇതങ്ങനെയുള്ള പരന്ന ഫേസാണ്, അപ്പോൾ അത് മുഴുക്കാൻ പറ്റത്തില്ല. അത് ശരിയാവും പറഞ്ഞത്. അപ്പോൾ എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. ആ ഒറ്റ കാര്യം കൊണ്ട് അവൾ പറഞ്ഞ നമ്മൾ തമ്മിൽ ഒരുമിച്ച് ജീവിച്ചാൽ ശരിയാകത്തില്ലെന്ന് പറഞ്ഞു. ഇപ്പം എന്നാ പരിപാടി, കല്യാണം കിടന്നത് താടി വെക്കാനാണ് ആ രീതിയിലായി. പക്ഷേ അതാണ് ലോകത്തിൻ്റെ രൂപഭാവങ്ങൾ. കർത്താവിൻ്റെ വചനം പറഞ്ഞ കറക്റ്റല്ലേ? അതായത് നമ്മളുടെ അഭിരുചികൾ, അച്ഛൻ പറഞ്ഞില്ലേ, അഭിരുചികൾ നിസ്സാര കാര്യമല്ല. ഈ അഭിരുചികളുടെ മേൽ അഭിഷേകം വേണമെന്നാണ് ഈശോ പറയണത്. നമ്മൾക്ക് എല്ലാവർക്കും കൊണ്ട് ഇതുപോലെയുള്ള അഭിരുചികളുടെ തടവറകളിലാണ് ജീവിക്കുന്നത്. അതിൻ്റെ പേരിലുണ്ടാകുന്ന അസ്വസ്ഥകളും അതൃപ്തിയുമാണ് ഈ പ്രശ്നങ്ങളെല്ലാം. അതുകൊണ്ടാണ് അവളോട് ഈശോ പറഞ്ഞത്, ഈ വെള്ളം കുടിക്കണവൻ ഇനിയും ദാഹിക്കും, ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരിക്കലും ദാഹിക്കത്തില്ല. ഞാൻ തരുന്ന വെള്ളം എന്താ? തിരുനാളിൻ്റെ മഹാദിനത്തിൽ അവൻ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു. എന്ത് സംസാരിച്ചു? ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ, അഭിരുചിയുടെ തടവറയിലാണെങ്കിൽ എൻ്റെ അടുത്ത് വരിക. എന്തിനാ വരണത്? എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. എന്നിട്ട് യോഹന്നാൻ വളരെ വെടിപ്പായിട്ട് പറയും. ഈശോ എന്നാ പറഞ്ഞതെന്നറിയാവോ? വളച്ചു കെട്ടി പറഞ്ഞതാണെങ്കിലും പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയാവോ? യോഹന്നാൻ 7:38 തന്നിൽ വിശ്വസിക്കാനിരുന്നവർ പറഞ്ഞേ, സ്വീകരിക്കാനിരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവനത് പറഞ്ഞത്. തന്നിൽ വിശ്വസിക്കാനിരുന്നവരെ സ്വീകരിക്കാനിരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവനത് പറഞ്ഞത്. കൈയടിച്ച് കർത്താൻ കർത്താവേ, ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ മക്കളിലെ ആവശ്യിക്കുന്നത് പ്രാർത്ഥിക്കുന്ന അഭിരുചികളുടെ തലവരെ കിടക്കുന്നവർക്കുണ്ടാകുന്ന അതൃപ്തികളുടെ കർത്താവേ, അങ്ങയുടെ മക്കളെ സംരക്ഷിക്കുന്ന പ്രാർത്ഥിക്കുന്ന ലോർഡ് ജീസസ്, pour out his spirit. യേശുവേ സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, 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 സ്തോത്രം. ഒരുമിച്ച് പാടുക, പാടി പ്രാർത്ഥിക്കുക. ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ, എന്നിൽ നിറയണമേ, നിറയണമേ, എന്നിൽ നിറയണമേ, ജീവജലത്തിൻ്റെ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ്റെ അരുവിയായി സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധ. കൈകൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിനരുവിയായി സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, ആത്മാവേ,
പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ നിറയണമേ എന്നിൽ നിറയണമേ നിറയണമേ എന്നിൽ നിറയണമേ ജീവജലത്തിൻ്റെ അരുവിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ ജീവജലത്തിൻ്റെ അരുവിയാൽ സ്നേഹാഗ്നിജ്വാലയാൽ എന്നിൽ കത്തിപ്പടരണമേ സ്നേഹാഗ്നിജ്വാലയാൽ എന്നിൽ കത്തിപ്പടരണമേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ വിഷയത്തെക്കുറിച്ച് പ്രഭാഷകൻ വളരെ വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. പ്രഭാഷകൻ 37-ാം അധ്യായം 28-29 തിരുവചനങ്ങൾ. പ്രഭാഷകൻ 37-ാം അധ്യായം 28-29 തിരുവചനങ്ങൾ. എല്ലാവർക്കും എല്ലാം നല്ലതല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഉടമ്പടി വെച്ചാലും ചില കാര്യങ്ങൾ കർത്താവ് ഇത് ഡിസേൺ ചെയ്ത് കഴിയുമ്പോൾ, സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ഇത് നിനക്ക് ചിലപ്പോൾ നല്ലതല്ലെന്നുണ്ടെങ്കിൽ കർത്താവ് അത് തരത്തില്ല. ചിലപ്പോൾ നീ ഓസ്ട്രേലിയയിൽ പോകാൻ വേണ്ടി വെച്ചിരിക്കുകയായിരിക്കും കാര്യങ്ങൾ. പക്ഷെ നിൻ്റെ ഭർത്താവിൻ്റെ അഭിരുചി അനുസരിച്ച് കൊണ്ടും അല്ലെങ്കിൽ നിൻ്റെ ഭാര്യയുടെ അഭിരുചി അനുസരിച്ച് കൊണ്ടും ചിലപ്പോൾ അത് അംഗീകരിക്കപ്പെടത്തില്ല. എന്താ കാര്യം? എല്ലാവർക്കും എല്ലാം നല്ലതല്ല. അപ്പം എന്തെങ്കിലും ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഒരു സഹോദരനെ അറിയാം. അദ്ദേഹം ഗവൺമെൻറ് ജോലി ഇവിടുന്ന് BRS എടുത്ത് ലീവ് എടുത്ത് പോയാ. ഇവിടെ ശമ്പളം കുറവായതുകൊണ്ട് അദ്ദേഹം ലീവ് എടുത്ത് വിദേശത്ത് പോയി. 5 കൊല്ലത്ത് ലീവ് എടുത്ത് വിദേശത്ത് പോയിട്ട് അപ്പോഴേ അദ്ദേഹത്തിൻ്റെ ജോലി ഇവിടുത്തെ ജോലി തന്നെ അവിടെ കിട്ടി. പക്ഷെ ശമ്പളം വ്യത്യാസമുണ്ട്. 5 ഇരട്ടിയാണ് ശമ്പളം. ആ പൈസ എല്ലാം അദ്ദേഹം വീട്ടിലോട്ട് അയച്ചു കൊടുത്തു. എന്നിട്ട് തിരിച്ച് വരുമ്പോൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ വേണ്ടിയാണ് അയച്ചു കൊടുത്തത്. അത് 5 കൊല്ലം കഴിഞ്ഞപ്പോൾ തിരിച്ച് വന്നിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടി വൈഫോട് സംസാരിച്ചപ്പോൾ ഒറ്റ പൈസ ഇല്ലെന്നല്ല, വൈഫ് അവർക്കൊരു സ്റ്റെപ്പിനി ഉണ്ടായിരുന്നു എൻ്റെ ഇടയ്ക്ക്. പണ്ട് ആ സ്റ്റെപ്പിനി ഔട്ട് പോസ്റ്റ് ഒന്നും ഇല്ലായിരുന്നേ. ഇയാളുടെ ആബ്സൻസിൽ ഉണ്ടാക്കിയെടുത്ത സാധനമാണത്. വേറെ ഒരു പുരുഷനുമായിട്ടുള്ള ബന്ധം. ഇയാളെ കൂടെ താമസിച്ചപ്പോൾ ആ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് തലയും പുകഞ്ഞ് ഓരോരുത്തന്മാർ ഓരോരോ കാര്യം കാണിക്കുമ്പോൾ ഫിക്സ് യുവർ അജണ്ട. നിങ്ങളുടെ കാര്യപരിപാടി ആരാണ് നിശ്ചയിക്കുന്നത്? അയൽവാസിയാണോ അതോ പരിശുദ്ധാത്മാവാണോ? അയൽവാസികൾ ജീവിതത്തിന് അജണ്ട നിശ്ചയിച്ചാൽ വഴിയാധാരമാകാൻ സാധ്യതയുണ്ട്. ഇപ്പം എന്താ, കൂട്ടുകാരൻ വിദേശത്ത് പോയി കാശുണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ വന്നിവിടെ BRS ലീവ് എടുത്തിരിക്കണത്. ആ കാശ് മൊത്തം ഭാര്യയുടെ കാമുകൻ അടിച്ചു മാറ്റി. ഇപ്പം എന്നാ പറ്റി? ഭാര്യയെ നഷ്ടപ്പെട്ട് ഭാര്യ അയാളുടെ കൂടെ പോയി. ആരുടെ കൂടെ? കുറേ കാശുണ്ടാക്കിയില്ലേ, ആ കാശെല്ലാം ഇവിടെ 2 പേരുടെയും പേരിൽ അക്കൗണ്ടാക്കിയിരിക്കുകയാണ്. ഈ മനുഷ്യന് ചുട്ട് തിന്നാൻ പൈസ ഇട്ടില്ലേ? അതാണ് വചനം പറയണത്. എന്താണ്? ഞാൻ അമ്മയും കൊണ്ട് നടക്കണ എന്താ കാര്യം എന്നറിയാവോ? അമ്മയ്ക്ക് എങ്ങനെ സംസാരിക്കണമെന്നറിയാം, എപ്പോൾ സംസാരിക്കണമെന്നറിയാം, എപ്പോൾ സംസാരിക്കേണ്ടതെന്നറിയാം, എന്താഗ്രഹിക്കണമെന്നറിയാം, എന്താഗ്രഹിക്കണമെന്നറിയാം. എല്ലാവർക്കും എല്ലാം നല്ലതല്ല. ഞാൻ ചില സമയത്ത് അമ്മയോട് ചോദിക്കും, ഈ കാലത്തൊഴുത്തിൽ ഇത്തിരി തുണ്ടൻ സ്ഥലത്ത് ഇങ്ങനെ പെറ്റുകിടന്നതിൽ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല എന്ന് ചോദിക്കും. മിണ്ടിയില്ലല്ല, വല്ല മിണ്ടിയോ? ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്നല്ലേ പറയണത്. 2:19 ലൂക്ക ആ വിഷയത്തെക്കുറിച്ച്, തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച ഞെരുക്കങ്ങളെക്കുറിച്ച് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഹൃദയത്തിലെ
സംഗ്രഹിച്ചു എന്നാണ് പറയണത്. എന്താ കാര്യം? അപ്പായുടെ മനസ്സിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. അപ്പ അങ്ങനെയാണ് ആഗ്രഹിച്ചതെങ്കിൽ അപ്പായ്ക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടാകും. കാര്യം ഇതെല്ലാം അവസ്ഥ. ഒരു കുരിശെപ്പോലും കിടക്കുമ്പോൾ വയറ് മുതുകും അപ്പുറത്തിപ്പുറത്തും ചാടുകയാണ്. കുരിശിലാണ് കിടത്തിയിരിക്കണത്, അവിടെയും സ്ഥലമില്ലാത്ത ഒരാളെയാണ് പെറ്റിരിക്കണത്. പിന്നെ എന്ത് സ്ഥലം കൊടുക്കണമെന്ന് നിങ്ങൾ പറയണത്? അതുകൊണ്ട് ആദ്യം മുതലെയാണ് പഠിപ്പിക്കണത്. ദൈവം നിന്നെ തൻ്റെ സന്തതിയായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വഴിയെ നാം പോകും. കൈ അടിച്ച് കർത്താണ് ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സജീവ സാക്ഷിയായി പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാനായി എന്നെ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. എൻ്റെ പേര് അനുപമ. ഞാൻ തൃശ്ശൂർ പേരാമ്പ്ര ഇടവകയിൽ നിന്ന് വരുന്നു. ഇത് എൻ്റെ അമ്മ, എൻ്റെ 2 മക്കൾ. ഞാനൊരു നഴ്സാണ്. 13 വർഷം മുമ്പ് എൻ്റെ ഭർത്താവ് മരണമടഞ്ഞു. പിന്നെ ഞാനും എൻ്റെ കുട്ടികളും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലാണ്. ഞാൻ ആദ്യമായി ഉടമ്പടിയിലേക്ക് വരുന്നത് 2022 ഡിസംബർ 17-ാം തീയതിയാണ്. ഉടമ്പടിയിലേക്ക് വരാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ, അതിന് മുമ്പ് ഞാൻ ഒരു തവണ ഞാൻ OET എക്സാം എഴുതിയിരുന്നു, പാസ്സായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ വർഷം എൻ്റെ മകള് SSLC എക്സാം എഴുതുന്ന സമയം കൂടിയായിരുന്നു. ഉടമ്പടിയെക്കുറിച്ച് കൂടുതൽ ബോധ്യങ്ങളോടെയൊന്നും അല്ല അന്ന് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് 2 ദിവസത്തിന് ശേഷം ഞങ്ങളുടെ ഇടവകയിൽ തന്നെ കോൺവെൻറ്റിൽ മിഷൻ്റെ ഭാഗമായി വന്ന ഒരു സിസ്റ്ററെ പരിചയപ്പെടാനും അന്ന് ഒരു കൗൺസിലിങ്ങിനും ഇടയായി. അപ്പോൾ ആ സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞു, നീ വല്ല നൊവേനയും ചൊല്ലുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നൊവേനയൊന്നും ഞാൻ ചൊല്ലുന്നില്ല. അപ്പോൾ പറഞ്ഞു, മാതാവിൻ്റെ എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥന ചെല്ലുന്നുണ്ടോ? എനിക്ക് മാതാവിൻ്റെ ഭയങ്കര സാന്നിധ്യം തോന്നുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ആ സിസ്റ്റർ എന്നോടും പറഞ്ഞു ഒരുപാട് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മാതാവിൻ്റെ ഒരു രൂപമാണ്. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ സൈഡിൽ മാതാവ് നിൽക്കുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് ഒന്നുകൂടി ഉറക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ അത് സ്തുതിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മിനിഞ്ഞാന്ന് പോയിട്ട് ഇവിടെ ഉടമ്പടി എടുത്തായിരുന്നു, കൃപാസനം എന്ന് പറഞ്ഞ പള്ളിയിൽ പോയി ഉടമ്പടി എടുത്തായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു, ആൾ ഉത്തർപ്രദേശിലാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ ആൾക്ക് അതുകൊണ്ട് കൃപാസനം എന്താണെന്നോ ഉടമ്പടി എന്താണെന്നോ ഒന്നും അറിയില്ല. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞു, ഉടമ്പടി എന്താണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തൊട്ടടുത്ത് മാതാവ് നിൽക്കുന്നതാണ് കാണുന്നത്. അത് ശരിക്കും എനിക്കൊരു വലിയൊരു അനുഭവമായിരുന്നു. കാരണം നമ്മൾ ജോസഫ് അച്ഛൻ്റെ പ്രസംഗത്തിൽ ഞാനന്ന് കേട്ടായിരുന്നു, ഉടമ്പടി എടുക്കുമ്പോൾ ആ ആളുടെ ഒപ്പം മാതാവും ഈശോയും ഉണ്ട്. അവർ പിന്നെ ഒറ്റയ്ക്കല്ല, തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ 3 ആളും കൂടെ ഒരുമിച്ചാണ് എടുക്കുക. അതൊക്കെ പക്ഷേ എനിക്ക് അന്ന് തുടങ്ങിയാണ് അനുഭവം ആകാൻ തുടങ്ങിയത്. ഒപ്പം തന്നെ ആൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നീ വിദേശത്തേക്ക് പോകും, കാരണം നിൻ്റെ ഏജൻറ്റ് മാതാവാണ്, മാതാവ് ഫ്ലൈറ്റിൻ്റെ അടുത്ത് നിൽക്കുന്നതായിട്ടൊക്കെ ഞാൻ കാണുന്നുണ്ട്, എന്നാണെന്നോ ഒന്നും എനിക്കറിയില്ല, പക്ഷേ മാതാവ് നിന്നെ കൊണ്ടുപോകും എന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. അതിനുശേഷം ആ വർഷം എൻ്റെ മോള് എക്സാം എഴുതി. അവൾ അത്യാവശ്യം നന്നായി പഠിക്കുമായിരുന്നെങ്കിലും എക്സാമിൻ്റെ തൊട്ടടുത്തുള്ള സമയങ്ങളൊക്കെ ആയപ്പോഴത്തേനും കുറച്ച് മാർക്കൊക്കെ നന്നായി കുറഞ്ഞു വന്നിരുന്നു. എങ്കിലും ഉടമ്പടി എടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൾക്ക് ഉന്നത വിജയം നൽകി. അവൾ ICSE സിലബസ് ആയിരുന്നു, സ്കൂളിൽ സെക്കൻഡ് ടോപ്പറായിട്ട് ദൈവം അവളെ ഉയർത്തി. അതുപോലെ തന്നെ OET എക്സാം ഞാൻ 2ാമത് എഴുതി. അന്ന് എനിക്ക് എഴുതിയപ്പോൾ 2 Bയും 2 C+ ആയിരുന്നു. ആവശ്യത്തിന് സ്കോർ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ നന്നായി ആത്മപരിശോധന ചെയ്തു. ഞാൻ ഉടമ്പടിയാണ് മാതാവിനെ കൊണ്ടുപോകുമെന്നും പറഞ്ഞു. അപ്പം എന്തുകൊണ്ടായിരിക്കും എനിക്ക് മാർക്ക് കിട്ടാതെ പോയത്? അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഉടമ്പടി ജീവിതം അത്ര നല്ല രീതിയിലായിരുന്നില്ല. അപ്പം ഞാൻ അതിലെ പോരായ്മകളൊക്കെ തിരുത്തി 2ാമത് കൂടുതൽ കാരുണ്യ പ്രവൃത്തികളൊക്കെ നന്നായി ചെയ്യാൻ തുടങ്ങി. അതുപോലെ ബൈബിൾ വായിക്കുന്നത് കൂടുതൽ കൃത്യനിഷ്ഠയോടെ ചെയ്യാൻ തുടങ്ങി.
അതുപോലെ കൂടുതൽ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നന്നായി ചെയ്യാൻ തുടങ്ങി. പത്രമൊക്കെ ഒരു കടപ്പാട് പോലെ കൊടുത്തിരുന്നത് ഓരോരുത്തരുടെയും അടുത്തു പോയി അത് വിശദീകരിച്ചു കൊടുത്ത് അവർക്ക് വിശുദ്ധ തൈലം പുരട്ടിക്കൊടുത്ത് ഹോസ്പിറ്റലുകളിലൊക്കെ ചെല്ലുമ്പോഴും രോഗികളുടെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കയ്യിലുള്ള ഉപ്പും തേനും അതുപോലെ തൈലമൊക്കെ ഞാൻ കൊണ്ടുപോകുമായിരുന്നു. അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് രോഗമുള്ള ഭാഗത്ത് കുരിശൊക്കെ വരച്ചിട്ടാണ് ഞാൻ മിക്കപ്പോഴും കൊടുക്കാറ്. അതുപോലെ തന്നെ ഞാൻ പൊതിച്ചോറ് വാങ്ങിക്കൊണ്ട് പോയിട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ തുടങ്ങി. കൂടുതൽ ആഴമായി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോവും. ദൈവമേ, അങ്ങയുടെ തിരുഹൃദയത്തിൽ നിന്ന് അങ്ങ് നൽകുന്ന ആ സ്നേഹം മുഴുവനുമായിട്ട് ഞാൻ കണ്ടുമുട്ടുന്ന ഓരോ രോഗികൾക്കും പകർന്നു കൊടുക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. അങ്ങയുടെ സാക്ഷിയായി, സുവിശേഷത്തിൻ്റെ സാക്ഷിയായി ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് നീ എന്നെയും എൻ്റെ മക്കളെയും അയച്ചാലും അവിടെയൊക്കെ ഈശോയ്ക്ക് സാക്ഷിയായി ജീവിക്കാനുള്ള കൃപ എനിക്ക് എൻ്റെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ കാരുണ്യ പ്രവൃത്തികളും ചെയ്തുകൊണ്ടിരുന്നത്. അടുത്ത എക്സാം ജൂലൈ 8-ാം തീയതിയാണ് ഞാൻ എഴുതിയത്. ഈശോ എനിക്ക് അയർലൻഡ് സ്കോർ നൽകി എന്നെ അനുഗ്രഹിച്ചു. ഞാൻ വിദേശയാത്ര എന്ന് മാത്രമാണ് നിയോഗത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ, ഏത് രാജ്യമൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. റിസൾട്ടിന് വന്നതിന് ശേഷം അന്വേഷിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് അയർലൻഡിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ഒന്നും നടക്കുന്നില്ല. ഞാൻ ഏജൻസിയെ സമീപിച്ചു എൻ്റെ അയർലൻഡിലുള്ള നഴ്സിംഗ് കൗൺസിലിലെ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി. അവരെന്നോട് പറഞ്ഞത് ഇതൊന്നും നടക്കില്ല എന്നാണ്. പക്ഷെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നപ്പോൾ നമ്മുടെ കൗൺസിലിൽ ഇരിക്കുന്ന മാഡം എന്നോട് ചോദിച്ചു, OET പാസ്സായതല്ലേ, സാക്ഷ്യം പറയുന്നില്ലേന്ന്. അപ്പം ഞാൻ പറഞ്ഞു, സാക്ഷ്യം പറയായിരുന്നു, പക്ഷേ ഈ സ്കോർ കൊണ്ട് കാര്യമില്ലെന്നാണ് പറയുന്നത്. എനിക്ക് അയർലൻഡ് സ്കോറേ ഉള്ളൂ, ഇതുകൊണ്ട് ഇപ്പോൾ ജോലിക്ക് സാധ്യതയില്ല. അപ്പോൾ എടുത്ത വശം ആ മാഡം എന്നോട് പറഞ്ഞു, നിനക്ക് ഈ സ്കോർ നൽകി പാസ്സാക്കിയത് പരിശുദ്ധ അമ്മയാണെങ്കിൽ നിനക്ക് അവിടെ ജോലി ഒരുക്കാൻ അമ്മയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് വേറെ ഒന്നും ആലോചിക്കേണ്ട, ഈ അയർലൻഡിൻ്റെ തന്നെ പ്രൊസീഡ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ അയർലൻഡിൻ്റെ പേപ്പർ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തു. അതിന് മുന്നേ അപ്ലൈ ചെയ്തിരുന്ന എൻ്റെ കൂട്ടുകാരികൾക്ക് 1.5 വർഷത്തോളം എടുത്ത ഡിസിഷൻ ലെറ്റർ എനിക്ക് 15 ദിവസം കൊണ്ട് മാതാവ് റെഡിയാക്കി തന്നു. അതുപോലെ തുടർന്ന് ഞാൻ വിദേശ രാജ്യത്തേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ഇൻ്റർവ്യൂകളിന് വേണ്ടി ട്രൈ ചെയ്തു. ഫസ്റ്റ് ഇൻ്റർവ്യൂ തന്നെ ഡിസംബർ 13-ാം തീയതി മാതാവ് എനിക്ക് ഒരുക്കി തന്നു. ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാനിരിക്കുമ്പോൾ ഞാൻ നമ്മുടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി വിശുദ്ധ തൈലം കൊണ്ട് കുരിശ് വരച്ച് പാസ്പോർട്ടിലും ഫോണിലൊക്കെ കുരിശ് വരച്ച് പച്ചത്തിരിയും നീലത്തിരിയും ഒരുമിച്ച് കത്തിച്ച് വെച്ച് എനിക്ക് 2:45 സമയം. ഞാൻ ആ സമയത്ത് മാതാവിനോട് പ്രാർത്ഥിച്ച് തിരി കത്തിച്ച് വെച്ചിട്ടാണ് എൻ്റെ ഇൻ്റർവ്യൂ. ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ്, എനിക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ല. പക്ഷേ അതെങ്ങനെയാണ് ഉത്തരം പറഞ്ഞതൊന്നും എനിക്കറിയില്ല. മാതാവ് എനിക്ക് വേണ്ടി അവർ ചോദിച്ച എല്ലാ ചോദ്യത്തിനും എന്നെ കൊണ്ട് ആൻസർ പറയിപ്പിച്ചു. അങ്ങനെ ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ തന്നെ ഞാൻ പാസ്സായി. ഡിസംബർ 15-ാം തീയതി എനിക്ക് ഓഫർ ലെറ്ററും വന്നു. പിന്നെ എൻ്റെ ജീവിതത്തിലെ ഉണ്ടായ അടുത്ത പരീക്ഷണം എന്ന് പറഞ്ഞാൽ പിന്നെ 7 മാസത്തോളം എൻ്റെ പേപ്പർ വർക്കുകളൊക്കെ ഫ്രീസായി പോയി. അപ്പോഴും പല പല സംശയങ്ങൾ എനിക്ക് വന്നു, ഇനി ഇതൊക്കെ നടക്കുമോ? അപ്പം ഞാൻ ആലോചിച്ചു, നടന്നില്ലെങ്കിൽ വേണ്ട, ദൈവത്തിന് ആഗ്രഹമില്ലായിരിക്കും. ആഗ്രഹം ഉണ്ടെങ്കിൽ തമ്പുരാൻ എന്നെ കൊണ്ടുപോകും, അല്ലെങ്കിൽ സമയമായിട്ടില്ല. അത് അംഗീകരിക്കാനുള്ളൊരു മനസ്സ് തമ്പുരാൻ എനിക്ക് തന്നു. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, ജോസഫ് അച്ഛനെയൊക്കെ കണ്ടു, ഞാൻ എൻ്റെ പാസ്പോർട്ടൊക്കെ കൊടുത്തു. പക്ഷെ അച്ഛനൊന്നും പറഞ്ഞില്ല. അപ്പോൾ അച്ഛൻ്റെ ഒരു ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞായിരുന്നു, ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, അതിൻ്റെ കാര്യം അത് മാതാവ് ഏറ്റെടുത്തിട്ടുണ്ട്, ഇനി അതുമ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ലെന്നാണെന്ന്. അപ്പം ഞാനും പ്രാർത്ഥിച്ചു, എൻ്റെ കാര്യം മാതാവ് ഏറ്റെടുത്തതാണ്, അത് മാതാവ് നടത്തിക്കോളും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ജൂൺ 27-ാം തീയതി വീണ്ടും എൻ്റെ പേപ്പർ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തു. സെപ്റ്റംബർ 29-ാം തീയതി ഞാൻ അയർലൻഡിൽ ജോലിക്ക് ജോയിൻ ചെയ്തു. ഇപ്പോൾ ദൈവം അനുഗ്രഹിച്ച് എന്താ പറയുക, ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോവാൻ പാകത്തിന് പള്ളിയുടെ അടുത്ത് തന്നെയുള്ളൊരു വീടാണ് മാതാവ് എനിക്ക് ഒരുക്കി തന്നത്. അതുകൊണ്ട് എനിക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ട് ജോലിക്ക് പോവാം. അതുപോലെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാൻ പറ്റിയില്ലെങ്കിലും മലയാളം കുർബാനയുള്ള സമയങ്ങളിൽ പോയിട്ട് കുമ്പസാരിക്കാനുള്ള സാഹചര്യം ഒരുക്കി തരുന്നുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ വീട്ടിൽ എൻ്റെ കൂടെ താമസിക്കുന്ന ഫാമിലി മലയാളികൾ തന്നെയായിരുന്നു. അപ്പം ഞാനും അവരുടെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന ചൊല്ലും. അതുപോലെ മോർണിംഗിൽ ഡെയിലി ബ്രെഡ് ഞാൻ ആദ്യം കേൾക്കും, ഞാൻ ആദ്യം എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ, എന്നിട്ട് ഞാൻ അവർക്ക് ഷെയർ ചെയ്യും.
അപ്പോഴത്തേനും അവർ വന്ന് അവരും കേൾക്കും. എങ്ങനെ ഇത്തിരി വൈകി അവർ ചോദിക്കും, ചേച്ചി ഇന്ന് ഡെയിലി ബ്രെഡ് വെച്ചില്ലേ, നമുക്ക് ഒരുമിച്ച് കേൾക്കാം. ഞങ്ങളങ്ങനെ ഒരുമിച്ച് കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ഉടമ്പടിയിൽ ജീവിക്കാനുള്ള കൃപ തന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ എനിക്ക് 41 വയസ്സായതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ, എനിക്ക് പുറത്തൊന്നും വർക്ക് ചെയ്തിട്ട് വലിയ പരിചയമൊന്നുമില്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ നല്ല പ്രോബ്ലമൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ പേപ്പർ വർക്കുകളുടെയൊക്കെ. അപ്പം ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഞാൻ ഈശോയുടെ ഇവിടുത്തെ വിശുദ്ധ ഉപ്പ് ഞാൻ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ ഇട്ടായിരുന്നു. അതുപോലെ എൻ്റെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞാൻ ഈ വിശുദ്ധ തൈലം ഉപയോഗിച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചും അതുപോലെ തന്നെ വിശുദ്ധ ഉപ്പ് ഞാൻ ആ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇട്ടുമൊക്കെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പരിശുദ്ധ അമ്മയും ഈശോയും കൂടെ ഉള്ളതിൻ്റെ ശക്തമായ അനുഭവങ്ങൾ ഓരോ നിമിഷവും ദൈവം എനിക്ക് തന്നുകൊണ്ടിരുന്നു. പിന്നെ അതുപോലെ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എൻ്റെ രണ്ടാമത്തെ മോളുടെ എക്സാമിൻ്റെ സമയത്തും ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അവളുടെ SSLC എക്സാമിനും ഉന്നത വിജയം നൽകി ദൈവം അനുഗ്രഹിച്ചു. അതുപോലെ അവിടെ അഡ്മിഷൻ എടുക്കേണ്ട സമയമായിരുന്നു. അപ്പോൾ 7 മാസമേ ആയിട്ടുള്ളൂ ഞാൻ പോയിട്ട്. എനിക്ക് എൻ്റെ കുട്ടികളെ എനിക്ക് കൊണ്ടുപോകണമായിരുന്നു. അപ്പോൾ അവരുടെ വിസ ഇവൾക്ക് ഓഗസ്റ്റ് മാസത്തിൽ ഇവളുടെ 18 വയസ്സ് തികയും. അപ്പം അതിനു മുമ്പ് കൊണ്ടുപോയാലാണ് ഡിപ്പെൻഡൻറ്റ് വിസ കിട്ടുള്ളൂ. പക്ഷെ അതിനു മുമ്പ് തന്നെ പരിശുദ്ധ അമ്മ എല്ലാം ക്രമീകരിച്ചു തന്നു. 2 പേരുടെയും വിസ റെഡിയായി. അതുപോലെ അടുത്തുള്ള സ്കൂളുകളിൽ അഡ്മിഷൻ റെഡിയാക്കി തന്നു. പിന്നെ എൻ്റെ മൂത്തവളുടെ ഇപ്പോൾ +2 കഴിഞ്ഞു. അപ്പോൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര പാടായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പ്രത്യേകിച്ച് പറയും, ഈശോയോടും പറയും, ഈശോയെ എനിക്ക് ഭർത്താവില്ല, എൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് കർത്താവാണ്, പിന്നെ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് അമ്മയും. നിങ്ങൾ എൻ്റെ കൂടെ വരണം, എനിക്ക് വേണ്ടി സംസാരിക്കണം. എനിക്കറിയില്ല ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിട്ട് കോഴ്സൊന്നും ചോദിക്കാനും പറയാനും ഒന്നും. പക്ഷേ എന്തിനെന്ന് പറയട്ടെ, അവിടെയൊക്കെ പോയി കോഴ്സ് സെലക്ട് ചെയ്യാനും അതുപോലെ ഏജൻസി ത്രൂ അപ്ലൈ ചെയ്യാനും മെയിൽ അയക്കാനും ഒക്കെ മാതാവ് അത് കൃത്യസമയത്ത് ക്രമീകരിച്ച് അവൾക്ക് വേണ്ടി ഫാർമക്കോളജിക്ക് അഡ്മിഷൻ അടുത്ത് തന്നെയുള്ളൊരു യൂണിവേഴ്സിറ്റിയിൽ മാതാവ് റെഡിയാക്കി തന്നു. ഇനി ഈ 14-ാം തീയതി ഞാനും എൻ്റെ കുട്ടികളും പോവുകയാണ്. ഒപ്പം എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അമ്മയ്ക്ക് തണ്ടൽ വേദന, ഡിസ്കിൻ്റെ പ്രോബ്ലം കൊണ്ട് ഉണ്ടായിരുന്നു. അത് ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ എടുത്തിട്ടും മാറാതെ നിൽക്കുമായിരുന്നു. കാലിലേക്ക് തരിപ്പും വേദനയൊക്കെ ആയിരുന്നു. അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ചികിത്സകളൊന്നും ഫലിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഉടമ്പടിയിൽ ഇത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അമ്മയ്ക്ക് ഞാൻ തൈലമൊക്കെ കൊടുത്ത് പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ നമ്മുടെ സാക്ഷ്യങ്ങളും ധ്യാനമൊക്കെ അയച്ചു കൊടുത്ത് അമ്മേനെ കൊണ്ടും ചൊല്ലിപ്പിക്കുമായിരുന്നു. അതിനുശേഷം ഉടനെ തന്നെ എന്ന് പറഞ്ഞ പോലെ അമ്മയുടെ ചികിത്സ ഫലിക്കാൻ തുടങ്ങി. ഇപ്പം അമ്മയ്ക്ക് ഇതുപോലെയൊന്നും നടക്കാൻ പറ്റില്ലായിരുന്നു. അത് ബെൽറ്റ് എപ്പോഴും യൂസ് ചെയ്യണമായിരുന്നു. ഇപ്പം അമ്മയ്ക്ക് വളരെ ആശ്വാസമുണ്ട്. ഇപ്പം വേദന തന്നെ ഇല്ല എന്ന് പറയാം. അങ്ങനെ വളരെ സൗഖ്യം നൽകി അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങളോടൊപ്പം ജീവിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഈ എത്ര കാലം ജീവിക്കാൻ അനുവദിക്കുന്നോ അത്രയും കാലം എന്നെയും എൻ്റെ മക്കളെയും ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് കൊണ്ടുപോയാലും അവിടെയൊക്കെ സുവിശേഷത്തിൻ്റെ സാക്ഷിയാക്കി, പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ജീവിക്കാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.